വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട്, ഓപ്ഷൻ ട്രേഡ് ചെയ്ത് കാശ് നഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് ദയവായി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. ഓരോ ഓപ്ഷൻ ട്രേഡറിനും, അത് സെല്ലർ ആയിക്കോട്ടെ ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോസ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേക്കഡ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങുന്നു, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു, അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർ എന്താ പറയുക, സെല്ലേഴ്സ് കഴിയുന്നത്ര തീരെ അറിയാത്തവരാരും സെല്ലിങ്ങിലേക്ക് പോകാറില്ല. കഴിയുന്നതും അവർ ഏതെങ്കിലും സ്ട്രാറ്റജിയോടുകൂടിയേ പോകത്തുള്ളൂ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ പോലും 100% പറയാം, ഓപ്ഷനിലൂടെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് നഷ്ടം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള നമ്മളുടെ വ്യൂ. എന്താ പറയുക, നമ്മൾ എത്ര തന്നെ നമ്മൾ അനാലിസിസൊക്കെ നടത്തിയാലും നമുക്ക് തെറ്റുപറ്റി പോവാം. നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയോ, നമ്മുടെ വ്യൂ മാർക്കറ്റ് താഴ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നു, നല്ല കാശ് നമുക്ക് ചിലപ്പോൾ നമുക്ക് ബൈ ചാൻസ് നിറയെ കാശ് ലഭിക്കും. പക്ഷേ ആ ഒരൊറ്റ എന്താ പറയുക ഇൻസ്പിറേഷൻ കാരണം നമ്മൾ വീണ്ടും കൂടുതൽ മേലും നമ്മൾ അതിലൊരു ലോട്ടറി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തരം അഡിക്ഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ. ഈ നിങ്ങളോട് ഈ പറയുന്ന ഞാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയ ആളാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ. പിന്നെ ഇപ്പം ഞാൻ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നമുക്ക് ലോസ് പോയാലും നമുക്ക് ലിമിറ്റഡ് ലോസിൽ നിർത്തണം, ലാഭം വന്നാലും റീസണബിൾ പ്രോഫിറ്റ് നമുക്ക് നേടണം. ഇതായിരിക്കണം നമ്മളുടെ മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ ബൈയിങ്ങിലോ, അത് ഏതർ കോൾ സൈഡ് ആയിക്കോട്ടെ പുട്ട് സൈഡിലായിക്കോട്ടെ, ബൈയിങ്ങിലോ അല്ലെങ്കിൽ സെല്ലിങ്ങിലോ നമ്മൾ ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. 100% അതാണ് കറക്റ്റായിട്ട്. നിങ്ങളൊരു റിസ്കി ഡ്രൈവിൽ നിങ്ങൾ പോകുന്നു, പക്ഷേ ആ വണ്ടിക്ക് ഒരു ഇൻഷുറൻസും ഇല്ല. 99% അപകട സാധ്യതയുള്ള ഒരു മേഖലയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടിക്ക് യാതൊരു ഇൻഷുറൻസോ ഇല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് തുല്യമാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് വേണം? നമുക്ക് ഓപ്ഷൻ ചെയ്യാം, ധാരണയോടുകൂടി ചെയ്യാം. എന്താണ് ചെയ്യുന്നതെന്നൊരു ധാരണയോടുകൂടി ചെയ്യുക, അതിന് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഒരു പരിധി വരെ നമുക്ക് ഇപ്പോഴത്തെ പല എന്താ പറയുക ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻഡെക്സ്, ഇപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഏത് തരം ഇൻഡെക്സോ ആയിക്കോട്ടെ, അത്തരം ഇൻഡെക്സുകൾക്കോ സ്റ്റോക്സിൻ്റെയൊക്കെ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് AI പോലുള്ള എന്താ പറയുക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെയൊക്കെ നമുക്ക് അനാലിസിസൊക്കെ നടത്തിയിട്ട് വിത്തൗട്ട് എനി എന്താ പറയുക വലിയ ടെക്നിക്കൽ നോളജസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റും. ഓക്കെ, സോ അത് ഒരു സൈഡ്. അപ്പോൾ ഈ പ്രഡിക്ഷനിലൂടെ അപ്രോക്സിമേറ്റ് ഐഡിയ, നമുക്കൊരു പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ചാൻസ് കൂടുതൽ കിട്ടുന്ന സാഹചര്യം നമുക്ക് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനെ വീണ്ടും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ട്രേഡിലും നമുക്ക് ഈവൻ ദോ ഇതുപോലുള്ള ടെക്നോളജിക്കൽ ഇൻസൈറ്റ്സിലൂടെയൊക്കെ നമുക്കൊരു പ്രോബബിലിറ്റി ലഭിച്ചു, പക്ഷേ ആ ലഭിച്ച പ്രോബബിലിറ്റിയും നമ്മളെ ഒരുപക്ഷെ ഡിസീവ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനും വിപരീതമായിട്ട് മാർക്കറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ള ധാരണയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സോ ഈ മാസ്റ്റർ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം മുതൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് നിങ്ങൾക്കത് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പരിചയപ്പെടാം. നമുക്ക് ഓരോ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ബിൽഡ് ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. എക്സാമ്പിൾ, സ്ട്രാഡിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. അതിൽ തന്നെ 2 തരമുണ്ട്, ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ. പിന്നെ സ്ട്രാങ്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാങ്കിൾ ചെയ്യാം. പിന്നെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രാറ്റജീസ് ലൈക്ക് എന്തൊക്കെയുണ്ട്, ഷോർട്ട് സ്ട്രാഡിൽ ഞാൻ ഈ പറഞ്ഞത് ഷോർട്ട് അയൺ ബട്ടർഫ്ലൈ ഉണ്ട്, ഷോർട്ട് അയൺ കോണ്ടർ ഉണ്ട്, അല്ലാണ്ട് പ്യുവർ അയൺ കോണ്ടർ ഉണ്ട്, ദെൻ എന്താ പറയുക അയൺ ബട്ടർഫ്ലൈ ഉണ്ട്, ദെൻ സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് വരുന്ന ഓരോ ചാപ്റ്റേഴ്സിലും നമുക്ക് ഓരോരോ സ്ട്രാറ്റജീസ് ഒരു സെഗ്മെൻ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. 100% എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഒരു 10%ഓളം ആൾക്കാർക്ക് മാത്രമേ സ്ട്രാറ്റജി എന്നാൽ എന്ത്, ഇപ്പോൾ സ്ട്രാഡിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്.
പക്ഷെ അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. സോ അതേമാതിരി അത് ഓരോ ടേം എന്താണ്, പോപ്പുലർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ കാലാകാലങ്ങളിൽ നല്ല പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിനെപ്പറ്റി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രാഡിൽ എന്നാൽ എന്ത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നമ്മൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിൽഡർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രോക്കേഴ്സും അവരവർ സ്ട്രാറ്റജി ബിൽഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ധന്നാണ്. ധൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ധന് വേണം എന്നുള്ളവർക്ക് ധന്നിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ധൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ധന്നിലൂടെ ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഞാൻ ആ സ്ട്രാറ്റജി ഫസ്റ്റ് സ്ട്രാഡിൽ എന്നാൽ എന്ത്, അത് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, അതിൽ ഇനീഷ്യലി നമ്മളിപ്പോൾ വെബ് ട്രേഡറിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ ട്രേഡറിലേക്ക് പോകണം. നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡ് ഓൺ ഓപ്ഷൻ ട്രേഡർ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ട്രേഡറിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് സ്ട്രാറ്റജി ബിൽഡർ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സ്ട്രാറ്റജി ബിൽഡർ നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് വരും. നമുക്ക് വേണ്ടുന്നത് നിങ്ങളിപ്പോൾ നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോളൂ. നിഫ്റ്റിയിൽ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു സ്ട്രാറ്റജി എന്താണ് സ്ട്രാഡിൽ. ഇപ്പോൾ സ്ട്രാഡിൽ എന്ന് പറയുന്ന വാക്ക് തന്നെ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തൊട്ടിൽ അത് ക്രാഡിലിനാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥ വാക്ക്. പക്ഷെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി, ഒരു 2 കയർ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ബീച്ചിലൊക്കെ ഒരു ഊഞ്ഞാൽ പോലെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അത് നടുവിൽ ആൾക്കാർ കിടന്ന് ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നതൊക്കെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി, അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പയറി, ഏത് എക്സ്പയറിയോ ആയിക്കോട്ടെ, അതിപ്പോൾ നിങ്ങൾ വീക്കിലി എക്സ്പയറി ആണെങ്കിൽ വീക്കിലി എക്സ്പയറി, ഏത് എക്സ്പയറി എടുക്കുന്നുണ്ടോ ആ എക്സ്പയറിയുടെ സെയിം എക്സ്പയറിയുടെ തന്നെ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ATMൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ സ്ട്രൈക്ക് ഒരേപോലെ വരുന്ന സ്ട്രൈക്ക് ഏതാണ്, ATMലായിരിക്കും. എന്താ പറയുക, രണ്ടും മോസ്റ്റ്ലി സ്ട്രാഡിൽ എന്ന് പറയുന്നത് ATMൻ്റെ കോൾ സൈഡിലുള്ള ഒരു കോൾ ബൈയും പുട്ട് സൈഡിൽ തന്നെ വീണ്ടും ഒന്ന് ബൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് എന്തിന്, അപ്പോൾ എന്താ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നോക്കൂ, ഇതാ ഇവിടെ തന്നെ അതിൻ്റെ പേര് ലോങ് സ്ട്രാഡിൽ. സ്ട്രാഡിൽ നിന്ന് മാത്രമായിട്ടൊരു സ്ട്രാറ്റജി എന്ന് പറയില്ല. ഒന്നുകിൽ അതിനെ ലോങ് സ്ട്രാഡിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇനിയൊന്ന് അതിനെ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയും. ലോങ് സ്ട്രാഡിൽ ആ വാക്ക് തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ ലോങ് എന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് ഓപ്ഷൻ ബൈയിങ് ആണ്. ഇതാണ് അറിയേണ്ട ആദ്യത്തെ പോയിന്റ്. ലോങ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എന്നത് റിലേറ്റഡ് ടു ഓപ്ഷൻ ബൈയിങ്. ഷോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു ഓപ്ഷൻ സെല്ലിങ്. അത് എന്തോ ആയിക്കോട്ടെ, സ്ട്രാഡിലായിക്കോട്ടെ, സ്ട്രാങ്കിൾ ആയിക്കോട്ടെ, ബാക്കിയുള്ള സ്പ്രെഡ് ആയിക്കോട്ടെ, അതർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. എല്ലാറ്റിൻ്റെയും വാല് അല്ലെങ്കിൽ തുടക്കത്തിൽ ലോങ് എന്ന് പറഞ്ഞാൽ ബൈയിങ് സ്ട്രാറ്റജിയാണ്. ഇത് ഫസ്റ്റ് പോയിന്റ്, ഷോർട്ട് സെല്ലിംഗ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ഇവിടെ ആദ്യം പരിചയപ്പെടേണ്ടുന്നത് ലോങ് സ്ട്രാഡിൽ. ലോങ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്, ബൈയിങ് ആണ്. അപ്പോൾ എന്താണ് ബൈ ചെയ്യേണ്ടുന്നത്, നിങ്ങൾ സെയിം എക്സ്പയറിയിൽ സെയിം എന്താ പറയുക സ്ട്രൈക്ക് പ്രൈസ്, അത് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ അത് ഇൻ ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏതാണേലും ശരി, സെയിം സ്ട്രൈക്ക് പ്രൈസസ് ഒരു കോളും ഒരു പുട്ടും ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഒരേപോലെ. അപ്പോൾ നടുവിൽ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഇതിപ്പോൾ ഞാൻ സിംപ്ലി ഫാസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് തന്നെയുണ്ട്. ഫാസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇവിടെ കാണാൻ കഴിയും ലോങ് സ്ട്രാഡിൽ. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ലോങ് ഷോർട്ട്. അതിൽ ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓപ്ഷൻ ബൈയിങ്, നോട്ട് ഫോർ സ്ട്രാഡിലിന് മാത്രമല്ല ലോങ്, ഏതിനൊക്കെ ലോങ് എന്നൊരു വാക്ക് കേൾക്കുന്നുവോ അപ്പോൾ ബൈയിങ് ആണ് നിങ്ങളത്
അസ്യൂം ചെയ്യുക. ആവർത്തിച്ച് പറയുന്നത് പലർക്കും ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചിലർക്കൊക്കെ ചില വീഡിയോസിലെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്, എന്തിനാ സാർ വലിയ രീതിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന്. വലിച്ചു നീട്ടിയിട്ട് എനിക്കൊന്നും നേടാനില്ല. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ബിഗിനേഴ്സിന്, നമ്മുടെ കുഞ്ഞു ക്ലാസ്സിലൊക്കെ സാറ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരു പ്രാവശ്യം അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവർക്ക് നിങ്ങളുടെ തുടക്കകാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇത് പഠിച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് പറയാൻ തോന്നില്ല. അത് തെറ്റല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തും തെറ്റില്ല. പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഈ സ്ട്രാഡിൽ എന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മളിവിടെ പഠിക്കുന്നു. അത് എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അവരുടെ ബ്രെയിൻ അത് തീർച്ചയായിട്ടും ക്യാച്ച് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ വളരെ സ്ലോ ആയിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, കം ടു ദ പോയിന്റ്. ലോങ് സ്ട്രാഡിൽ കണ്ടോ? അപ്പോൾ ലോങ് സ്ട്രാഡിൽ എന്ന് കേട്ടാൽ ബൈയിങ് ആണ്. അതിൻ്റെ തിയറിയെ ബിഹൈൻഡ് ദാറ്റ് വൺ ഈസ് ബൈയിങ്. ബൈയിങ് ഇവിടെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു നോക്കൂ. സിമ്പിളായിട്ട് ഞാൻ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ബൈ 2 ബൈ ഇവിടെ കാണാൻ കഴിയുന്നു. അത് അടുത്ത എക്സ്പയറി നോക്കൂ, 6th January എക്സ്പയറി. ബിക്കോസ് ഇത് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇനി വരാൻ പോകുന്ന നിഫ്റ്റിയുടെ അടുത്ത എക്സ്പയറി ഏതാണ് നമ്മുടേത്? 6th January എക്സ്പയറിയിലാണ് വരാൻ പോകുന്നത്. സ്ട്രൈക്ക് എത്രയാണ്? 26,150 കാണിക്കുന്നു കേട്ടോ. ഏതിൻ്റെയാണ്? ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓപ്ഷൻ. ലോട്ട് എത്രയാ? 1 ലോട്ട്. ഓക്കെ, അതിൻ്റെ പ്രൈസ്. അതേമാതിരി 6th January സ്ട്രൈക്ക് നോക്കൂ, 26,150. സെയിം സ്ട്രൈക്ക് പ്രൈസ്, സെയിം എക്സ്പയറി. അതാണ്. അപ്പോൾ സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ സെയിം സ്ട്രൈക്ക്, സെയിം എക്സ്പയറി. ലോങ് എന്ന് പറഞ്ഞാൽ ബൈ. അപ്പോൾ സെയിം സ്ട്രൈക്ക്, സെയിം എക്സ്പയറി. അത് രണ്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരേ എക്സ്പയറിയിൽ ഒരേ സ്ട്രൈക്ക് നിങ്ങൾ 2 ലെഗും കോൾ സൈഡും പുട്ട് സൈഡും ബൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു പറയുന്ന പ്രോസസ്സിനെയാണ് ലോങ് സ്ട്രാഡിൽ. ബൈ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പേര് ലോങ് സ്ട്രാഡിലായി. ഇനി അതിൻ്റെ പേ ഓഫ് ഗ്രാഫിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ഒരു ദിശയിൽ നിന്നും ഒരാൾ ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്നു. 2 പേരെയും നമ്മൾ വിലയ്ക്ക് വാങ്ങി. ഇതാണ് എൻ്റെ തത്വം. ഓക്കെ, ഇത് ഓപ്ഷനിൽ എങ്ങനെ ബെനിഫിറ്റഡ് ആകും? നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്, നമുക്ക് വ്യൂ ഇല്ല എന്ന് വെച്ചോളൂ. നമുക്ക് ഡയറക്ഷൻ എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിയില്ല. പക്ഷെ നാളെ ഒരു ബിഗ് ഇവൻറ്റ് നടക്കാൻ പോകുന്നു എന്ന് സങ്കല്പിക്കുക. നാളെയോ ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു ബിഗ് ഇവൻറ്റ്, അതല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വലിയ രീതിയിൽ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ച പീരീഡിനുള്ളിൽ ഒരു വലിയ ഇവൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എയ്തർ മാർക്കറ്റ് വെരി ഹൈ ലെവലിലേക്ക് മേൽപോട്ടേക്ക് പോകും, അല്ലെങ്കിൽ വെരി ഫാസ്റ്റായിട്ട് താഴ്പോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഇൻഗ്രീഡിയൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഗുണം? കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. കോൾ ഓപ്ഷന് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഫിക്സഡ് എമൗണ്ട് ആണ്. ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉള്ള ബെനിഫിറ്റ്? എന്താണ്? ലിമിറ്റഡ് റിസ്ക്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ എത്ര രൂപ കൊടുത്താണോ ആ ഓപ്ഷൻ വാങ്ങുന്നത്, ഇവിടുത്തെ കോൾ ഓപ്ഷൻ്റെ വില എത്രയാണ്? 115 രൂപ. ഇവിടുത്തെ പുട്ട് ഓപ്ഷൻ്റെ വില എത്രയാണ്? 85 രൂപ. ഇതിൽ കോൾ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ വാങ്ങിച്ച നേരത്തിന് ശേഷം ആ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രൈസ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹൈ ആയിട്ട് മേളിലോട്ട് കയറുകയാണെങ്കിൽ കോൾ സൈഡിൽ 115 എന്നുള്ളത് ഒരു 250, 300, 500 രൂപയൊക്കെ ആയിട്ട് മാറും. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റ് പൊസിഷനിലേക്ക് വരും. എന്നാൽ പുട്ട് സൈഡ് എന്ത് സംഭവിക്കും? നമ്മൾ വാങ്ങിച്ച് കൊടുത്ത വില എത്രയാണ്? 85 രൂപ. 85 എന്ന് വെച്ചാൽ 85 ഗുണം എത്ര ലോട്ടാണ്? ഒരു ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 65 എണ്ണമാണ്. ഒരു ലോട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി എത്രയാണ്? നിഫ്റ്റിയുടെ 65 എണ്ണം. അപ്പോൾ 85 ഗുണം 65 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കൊടുത്തു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. 85 × 65. അതേമാതിരി 115 കോൾ സൈഡിൽ എത്ര? 115 അരയാണ്. 115 മൾട്ടിപ്ലൈഡ് ബൈ
65. അപ്പോൾ മൊത്തം തുക എത്ര കിട്ടും? രണ്ടും ലോട്ടും നമ്മൾ ബൈ ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ലോട്ട് ഹെവി ആയിട്ട് നമ്മൾക്ക് ബുള്ളിഷിലേക്ക് പോവാണ് അല്ലെങ്കിൽ ബെയറിഷിലേക്ക് പോവാണ്. ഇനി പുട്ട് സൈഡിലേക്കുള്ള സാധനമാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു ട്രേഡിൽ എൻ്റർ ആയതിനു ശേഷം ഒരു വീക്കിനുള്ളിൽ ഹെവി ആയിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു പോയി, അത് അതിശക്തമായ രീതിയിലുള്ള ഒരു ഡൗണൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കവിടെയും ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ 115 രൂപ നമ്മൾ കോൾ സൈഡിൽ വാങ്ങിയത് ലെഗോ അല്ലെങ്കിൽ പുട്ട് സൈഡിൽ വാങ്ങി, ഏതർ സൈഡ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്, നല്ല ശ്രദ്ധിക്കണം, സ്ലോ മൂവ്മെൻ്റ് അല്ല, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കോൾ സൈഡ് മാർക്കറ്റ് മുകളിലേക്ക് ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ കോളിൻ്റെ പ്രീമിയം നമ്മൾ കൊടുത്തത് 115 ആണെങ്കിൽ പിന്നെ അത് 300, 400, 500 രൂപയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ടാവും. അതേമാതിരി ലോസ് സംഭവിക്കുകയാണെങ്കിൽ എത്രയാണ്? നമ്മൾ പുട്ട് സൈഡിലേക്ക് വാങ്ങാൻ വേണ്ടി കൊടുത്ത എത്ര രൂപ? 85 രൂപ. ആ 85 രൂപ മാത്രമേ നമ്മൾക്ക് മാക്സിമം ലോസ് വരാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ അതേമാതിരി തിരിച്ച് റിവേഴ്സൽ താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഈ 85 എന്നുള്ളത് അത് 200, 300, 500 രൂപയൊക്കെ ആകും. പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് നഷ്ടം എത്രയാണ്? കോളിലേക്ക് കൊടുത്ത 115 രൂപ മാത്രമേ നമുക്ക് ലോസ് പോകത്തുള്ളൂ. ബാലൻസ് നമുക്ക് പ്രോഫിറ്റായിട്ട് മാറും. സോ ഇതാണ് ലോങ് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഷോർട്ട് സ്ട്രാഡിൽ എന്നാൽ എന്താ? ഷോർട്ട് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഞാൻ പറഞ്ഞു. ഷോർട്ട് എന്ന് കേട്ടാൽ തന്നെ എന്താകും? സെല്ലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ തത്വം തന്നെയാണ്. ഒരേ എക്സ്പയറിയിലുള്ള ഒരേ സ്ട്രൈക്ക് തന്നെ, ഏത് സ്ട്രൈക്ക് ആണെങ്കിലും ഇത് കോമൺ ആയിട്ടുള്ള 26,150. ഇതിപ്പോൾ എടുത്തേക്കുന്ന എവിടെ നിന്നാണ്? ATM ആയതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 26,129 ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ATM ആയിട്ടുള്ള 26,150 ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്ട്രാറ്റജി ബിൽഡർ അത് ബൈ ഡിഫോൾട്ടായിട്ട് അത് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഏത് മാറ്റി കൊടുത്താലും അതനുസരിച്ചിട്ട് ഒരേ സ്ട്രൈക്ക് എടുക്കുമ്പോൾ, പക്ഷെ കഴിയുന്നതും ഒരേ എന്തുകൊണ്ട് ATM നിന്ന് ആ സ്ട്രാഡിൽ എടുക്കണം എന്നുള്ളതാണ് അതിന് കൂടുതൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രീമിയം. ഉദാഹരണത്തിന് നിങ്ങൾ കോൾ ഓപ്ഷന് 200 രൂപ വിലയുള്ള കോൾ ഓപ്ഷൻ നിങ്ങളൊന്ന് ബൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പുട്ട് ഓപ്ഷനും അതേമാതിരി ഏതാണ്ട് 200 അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു 10, 20 രൂപയുടെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ നമുക്ക് ഓക്കെ. പക്ഷേ നിങ്ങൾ പുട്ട് ഓപ്ഷൻ 50 രൂപയുടെ പുട്ട് ഓപ്ഷനും എടുത്തിട്ട് കോൾ ഓപ്ഷൻ 200 രൂപയുടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ലോസ് പ്രോബബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ടാവും, അല്ലേ? അപ്പോൾ രണ്ട് തുല്യതയായിട്ട് നമുക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ആ വ്യത്യാസത്തിൻ്റെ അളവ് കഴിയുന്നതും കുറഞ്ഞിരിക്കുന്ന സ്ട്രൈക്സ് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാഡിലിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് എപ്പോഴും ATM സ്ട്രൈക്കുകളിൽ, കോളിൻ്റെയും പുട്ടിൻ്റെയും ATM സ്ട്രൈക്കിൽ നിന്ന് ബൈ ഡിഫോൾട്ടായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ബൈ ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ നമുക്ക് മാനുവലി എങ്ങനെ മാറ്റി ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ഓരോ സ്ട്രൈക്കിൻ്റെ LTP ഇവിടെ നോക്കൂ. 145 രൂപയ്ക്ക് ഒരു LTP ഉണ്ട്, 115 108 നോക്കൂ. 115 കോൾ സൈഡ് 115 രൂപയുടെ ഒരു കോൾ സൈഡുണ്ട്. അതേമാതിരി 108 ഒരു കോൾ സൈഡുണ്ട്, പുട്ട് സൈഡുണ്ട്. ഇതും എന്താ നോക്കൂ, ഓൾമോസ്റ്റ് നേരത്തെ കണ്ട അതേ പേ ഓഫ് ഗ്രാഫ് തന്നെ. എന്തുകൊണ്ടാണ്? അപ്പോൾ ദ മോർ ക്ലോസസ്റ്റ് രണ്ട് പ്രീമിയം, ഇപ്പം നോക്ക് പ്രീമിയത്തിൻ്റെ വില നോക്കൂ, 115 108. പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓപ്ഷൻ വാങ്ങാൻ കൊടുക്കുന്ന വിലയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അത് ATM നിന്നും ഒരേ എക്സ്പയറിയിലുള്ള ATMൻ്റെ കോളും പുട്ടും വാങ്ങുന്നതാണ് സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ എന്നർത്ഥമല്ല. ഒരേ എന്താ പറയുക, എക്സ്പയറിയിൽ നിന്നും ATMനോട് അടുക്കലെത്തി നിൽക്കുന്ന പ്രീമിയം, രണ്ട് കോളിൻ്റെ വിലയും പുട്ടിൻ്റെ വിലയും ഏതാണ്ട് അടുക്കൽ നിൽക്കുന്ന, നിയർ ബൈ ആയിട്ട് നിൽക്കുന്ന സ്ട്രൈക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. അല്ലാണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷനൊക്കെ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് സ്ട്രാഡൽ ഈസ് ഈക്വൽ ടു ലോങ് സ്ട്രാഡൽ മീനിങ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഗൂഗിളിൽ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് റെഫറൻസ് വരും. പക്ഷേ അതിലൊക്കെ കാണിച്ചിരിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് മോസ്റ്റ്ലി നമ്മളുടെ ഫോർമലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരേ എക്സ്പയറിയിലുള്ള
എന്താ പറയുക ATMൻ്റെ സ്ട്രൈക്കിൻ്റെ കോൾ സൈഡും പുട്ട് സൈഡും എടുക്കാനായിരിക്കും കാണുക. ഞാൻ ഇതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ സെൻസിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീമിയത്തിൻ്റെ കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഓക്കെ, സോ കംസ് ടു ദി ഷോർട്ട് സ്ട്രാഡിൽ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ സെല്ലാണ്. സെല്ലിന് നമുക്ക് എന്താ വേണ്ടത്, അത് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് സ്ട്രാഡിൽ കഴിഞ്ഞു. അടുത്ത് ഇവിടെ എന്താ ഷോർട്ട് സ്ട്രാഡിൽ. നോക്കൂ, നമ്മൾ താഴെ നിന്ന് മേൽപോട്ട് കണ്ടത് നേരെ തലതിരിഞ്ഞ് മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് ഗ്രാഫ് വന്നു. ലോങ് സ്ട്രാഡിലിൻ്റെ ഇനി അടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ലോങ് സ്ട്രാഡിലിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ബിഗ് മൂവ്സ് ഉണ്ടെന്ന് ഉണ്ടാകാൻ സാഹചര്യമുണ്ടെന്ന് നമുക്ക് നല്ല ബോധ്യം വന്നാൽ മാത്രമേ അത്തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാവൂ. എസ്പെഷ്യലി എക്സ്പയറി ഡേയുടെ അന്നൊക്കെ പ്രീവിയസ് കാലങ്ങളിൽ എക്സ്പയറി ഡേ അവസാനിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതേമാതിരി ലോങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ടാവും. അതൊരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നവർ പലരും ഉണ്ടാവാം. പക്ഷേ ആ പീരീഡൊക്കെ കഴിഞ്ഞു. ഓരോ എറയിൽ ഓരോ കൈൻഡ് ഓഫ് മാർക്കറ്റിൽ പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരു സ്ഥിരമായിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. എനിവേ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്തിക്കോളൂ. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ എന്നാൽ എന്തെന്ന് നിങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് ആ ഡൗട്ട് വരാൻ പാടില്ല. ദിസ് ഈസ് ലോങ് മീൻസ് ബൈ, 2 ലെഗ് ബൈ ചെയ്യുക. ഒരേ പ്രീമിയത്തിൽ വിലയുള്ള ഒരേ എക്സ്പയറിയിലുള്ള 2 ലെഗ് ബൈ ചെയ്യുക. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അതേ പോയിന്റ് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഷോർട്ട് എന്ന് പറയുന്നത് സെല്ല് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബൈ ചെയ്യുന്നതിന് പകരം ഒരേ സ്ട്രൈക്കിൻ്റെ നോക്കൂ, ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് 26,150 തന്നെ. അത് ATMൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എടുത്തതാണ്. എത്രയാണ് കോൾ സൈഡിൽ ഒരു എസ് ആണ് ഇവിടെ കണ്ടോ, ബിക്ക് പകരം എസ് കാണാം. സെല്ലിങ് അത് എത്രയാണ് 26,150. കോൾ സൈഡ് പുട്ട് സൈഡ് അതേമാതിരി 26,150 6th January. ഈ ഡിഫറൻസ് നോക്കൂ, അതേ 115.85. ബിക്കോസ് റേറ്റ് രണ്ടിനും പ്രീമിയം നോക്കൂ 115 85. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസിലാണ്, അതാണ് അത് മാറാതിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓഫ് മാർക്കറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിക്സഡ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഷോർട്ടിൻ്റെ. പിന്നെ ഇനി അടുത്തൊരു സിനാരിയോസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഷോർട്ട് സെലക്ഷൻ, ഇപ്പോൾ ഷോർട്ട് സ്ട്രാഡിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, മാർക്കറ്റ് മൂവ്മെൻറ്റേ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയുക സ്ട്രാറ്റജിയാണ് ലോങ്ങിനേക്കാളും ഷോർട്ട് സ്ട്രാഡിൽ. കാരണം ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസ മാത്രമേ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടാവുള്ളൂ. എയ്തർ ഇപ്പോൾ 2 സൈഡിലും മൂവ്മെൻറ്റ് ഇല്ലാതെ പോയാൽ പോലും നമുക്ക് കൊടുക്കുന്ന കാശ് മാത്രമേ നമുക്ക് ലോസ് ആകത്തുള്ളൂ. പക്ഷേ സെല്ലിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ 2 ലെഗ് സെല്ല് ചെയ്യാൻ തന്നെ നമുക്ക് കൂടുതൽ എമൗണ്ട് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് അടയ്ക്കണം. ഒന്ന്, ഇനി എങ്ങാനും വലിയൊരു മൂവ്മെൻറ്റ് തൊട്ട് അടുത്ത ദിവസമൊക്കെ വലിയ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണും പിന്നെ അതിനനുസരിച്ചിട്ട് വലിയൊരു ബുള്ളിഷോ ബെയറിഷോ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടെ പേ ഓഫ് ഗ്രാഫ് നോക്കൂ. ഇവിടെ ഇച്ചിരി മാത്രമേ ഉള്ളൂ ഗ്രീൻ കളർ. ബാക്കി ഇങ്ങോട്ടേക്ക് താഴ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഹെവി റെഡിലേക്ക് പോവാണ്, വിരിഞ്ഞ് പോവാം. ഇപ്പുറത്തും അതേമാതിരി വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് പോവാണ്. ഓക്കെ, സോ ഇത് അത്ര ടൈറ്റായിട്ട് അത്ര റിസ്കി ആയിട്ടുള്ളൊരു, പക്ഷേ ഇതിന് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ആരും ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി ഇതിനകത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. നമ്മൾ അതൊക്കെ പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ജനറലായിട്ട് വാട്ട് ഈസ് ഷോർട്ട് സ്ട്രാഡിൽ, ATM പ്രൈസ് അല്ലെങ്കിൽ ഒരേ പ്രീമിയത്തിലുള്ള ഒരേ എക്സ്പയറിയിലുള്ള ഒരേ സ്ട്രൈക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരേ പ്രീമിയം നിയർ ബൈ പ്രീമിയത്തിൽ ഒരേപോലെ വരുന്ന 2 സ്ട്രൈക്കുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ വരും, ഒരു കൂടാരം കെട്ടിയതുപോലെ ഇങ്ങനെ വരുന്നു, മറ്റത് ഇങ്ങനെ പോകുന്നു. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ പോകുന്നു. ഇത് ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോങ് സ്ട്രാഡിൽസ് കൂടുതലും അവർക്ക് ഹെൽപ്ഫുൾ ആകും. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാനൊരു സിമുലേറ്റർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ലോങ് സ്ട്രാഡിലും ഷോർട്ട് സ്ട്രാഡിലും തമ്മിലുള്ള എന്താ പറയുക ഒരു സിമുലേറ്ററിലൂടെ നമുക്കൊരു ട്രയൽ നടത്തി നോക്കാം. ഞാനിപ്പോൾ നോക്കൂ, നവംബറിൽ 26 അതായത് ഡിസംബർ 1st വീക്ക് എക്സ്പയറി, ജസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു ലോങ് സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലോങ് സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്, അത് ഡിഫോൾട്ടായിട്ട് അവിടെ തന്നെ വരും. ഞാനിപ്പോൾ ലോങ് സ്ട്രാഡിൽ 9:30 ടൈം
നമ്മൾ നേരത്തെ അതേ കണ്ടത് തന്നെ ഇവിടെ നമ്മളിത് സിമുലേറ്ററാണ്. സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. നോക്കൂ, ഇവിടെ ഒരു വെനസ്ഡേ അതേമാതിരി നവംബർ 26 9:30 നമ്മളിങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു എന്ന് വെച്ചോളൂ. സപ്പോസ് ലോങ് സ്ട്രാറ്റൽ ബിൽഡ് ചെയ്തു. എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കൂ, 26,000 കോൾ ഓപ്ഷൻ, 26,000 പുട്ട് ഓപ്ഷൻ, ഓരോ ലോട്ട് ബൈ ചെയ്തിരിക്കുകയാണ്. ഒരു ലോട്ട് പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ 30 മിനിറ്റ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് 2,000 റുപ്പീസ് പ്രോഫിറ്റ് കാണിക്കുന്നു, 3,000 റുപ്പീസ് പ്രോഫിറ്റ് കാണിക്കുന്നു, 3,003. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോഫിറ്റിലേക്കും പോകാം, പെട്ടെന്ന് തന്നെ ലോസിലേക്കും വരാം ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ കാരണം. സോ അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ തന്നെ നോക്കുക, അന്നത്തെ സെയിം ഡേ തന്നെ ഓൾമോസ്റ്റ് 3,000 ഏതാണ്ട് 4,000 റുപ്പീസ് പ്രോഫിറ്റ്. ഇപ്പോൾ 4,000 റുപ്പീസ് 17%. നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ 23,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 4,500 രൂപ പ്രോഫിറ്റ് വന്നു. നോക്കൂ, സോ 5,000 രൂപ പ്രോഫിറ്റ്, 23%, 5,500 രൂപ പ്രോഫിറ്റ്, 5,200, 5,000, 6,000 പ്രോഫിറ്റ്, 6,000, 8,000 രൂപ പ്രോഫിറ്റ്, 32%, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 32% പ്രോഫിറ്റ്, 8,600, 8,500, വീണ്ടും 6,000. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വന്ന് 8,000 വരെ വന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സ്ട്രാറ്റജി 8,000 എന്നല്ല, അത്യാവശ്യം റീസണബിൾ 10% വന്നാൽ തന്നെ അധികം പ്രോഫിറ്റ് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഒരു ഇത് എന്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലും ലാഭം, ഇങ്ങോട്ട് പോയാലും ലാഭം തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു പരിധി വരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് പോകും. സോ കിട്ടുന്ന ലാഭം അപ്പം തന്നെ നമ്മൾ കവർ ചെയ്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 25,000 30,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിലേക്ക് വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. അതിൽ നിന്ന് എനിക്ക് എത്ര രൂപ ലഭിച്ചു? 5,000 ലഭിച്ചുവോ? 25,000-ന് 5,000 ലഭിക്കുക എന്ന് പറഞ്ഞാൽ എത്ര? 20% പ്രോഫിറ്റ്. 20% എവിടെ കിട്ടാനാണ്? സോ അതൊക്കെയാണ് നമ്മളെപ്പോഴും മൈൻഡിൽ വെക്കേണ്ടത്. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിതൊന്നും ടെസ്റ്ററിന് വേണ്ടിയിട്ടൊന്നുമല്ല, സ്ട്രാഡിൽ എന്താണെന്നും ലോങ് സ്ട്രാഡിൽ എന്താണെന്നും ഷോർട്ട് സ്ട്രാഡിൽ എന്താണെന്നും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനിത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇനി അടുത്ത് നമുക്ക് തിരിച്ച് നേരെ വീണ്ടും ഷോർട്ട് സ്ട്രാഡിൽ എന്നാലും നമുക്കൊരു ടെസ്റ്റ് നടത്തി നോക്കാം. ഏത് സ്ട്രാറ്റജിയാണ് വിജയിക്കുന്നത്, ഏത് സ്ട്രാറ്റജി പരാജയപ്പെടുന്നു എന്ന് നോക്കാം. ഷോർട്ട് സ്ട്രാഡിൽ പേ ഓഫ് ഗ്രാഫ് നേരത്തെ അതേമാതിരി വി ഷേപ്പിൽ വന്നു. 9:30 നമുക്ക് അതേ നോക്കൂ, 26,300, 26,300 കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ രണ്ടിനെയും സെല്ലാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, സെല്ല് ചെയ്തിരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഏത് എക്സ്പയറിയാണ്? 2nd ഡിസംബർ എക്സ്പയറി 2025. ഓക്കെ, സോ അതും ഇതേമാതിരി മുന്നോട്ട് നീക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹെവി ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ടാവും. നോക്കൂ, 2,000 റുപ്പീസ്. പക്ഷേ ഇതിലും പ്രോഫിറ്റ് ഉണ്ട്. 2,000 റുപ്പീസ് പ്രോഫിറ്റ്, 3,000 റുപ്പീസ് പ്രോഫിറ്റ്, 4,000 റുപ്പീസ് പ്രോഫിറ്റ്, 4,000, 7,000 റുപ്പീസ് പ്രോഫിറ്റ്. അത് എപ്പോഴാണ്? ഇപ്പോൾ December 1 കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ വീക്കിലി 2 hours വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. ആ ഒരു ഇതിൽ നോക്കൂ, 5,000 റുപ്പീസ് പ്രോഫിറ്റ്. വീണ്ടും അത് 1,200 ആയിട്ട് കുറഞ്ഞു. കണ്ടോ, എക്സ്പയറി ഡേ അന്നായപ്പോഴേക്കും അത് 1,200 ആയിട്ട് കുറഞ്ഞു. പിന്നെ മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോൾ 2,800, 1,900, 700 റുപ്പീസ്, 7,000 8,000 വരെ പ്രോഫിറ്റ് പോയതാണ്. സോ ഇതാണ് ഇത് നമ്മൾ എന്തായാലും ഇതുവരെ നമ്മൾ കൊണ്ടുപോകത്തില്ല. പക്ഷേ ഇനിയൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് എത്രയാണ്? 2,73,000. പക്ഷേ ഇതിന് ഉറപ്പായിട്ട് ഇത്രയും ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട് ഓഫ് ദ മണിയിൽ, രണ്ടിൻ്റെയും കോളിൻ്റെയും പുട്ടിൻ്റെ ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് എന്ത് ചെയ്യും? പലരും ഓരോരോ സ്ട്രൈക്ക് ബൈയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? നാച്ചുറലി ഈ പറഞ്ഞ നമ്മുടെ മാർജിൻ നമുക്ക് ഹെഡ്ജ് ആവും, മാർജിൻ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈനും ആവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും. എനിവേ, സോ ഇതാണ് സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഇതൊരു മാസ്റ്റർ ക്ലാസ് ആണ്. ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് നമ്മൾ ഉള്ള ഒരു സീരീസിൻ്റെ മാസ്റ്റർ ക്ലാസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓരോന്നും മനസ്സിലാക്കുക. വളരെ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വളരെ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ദയവായിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ബൈ.